നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരപരിവേഷത്തിനപ്പുറം മികച്ചൊരു നടനാണ് ഫഹദ് ഫാസിൽ. തന്റെ 41-ാം വയസ്സിലാണ് ADHD എന്ന രോഗം കണ്ടെത്തിയതെന്നും ഫഹദ് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷവും ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തുറന്നു പറയുകയാണ് നസ്രിയയും. ഫഹദിന് ഈ രോഗം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. ഫഹദിന്റെ സ്വഭാവം കുറെ നാളായി താൻ കാണുന്നതാണ്. ഫഹദിന് ADHD ഉണ്ടെന്ന് കരുതി ജീവിതത്തിൽ ഒന്നും മാറുന്നില്ല. രോഗാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് താൻ ചിലപ്പോൾ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറിയേക്കാമെന്നും അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും നസ്രിയ പറയുകയായിരുന്നു. ഫഹദ് ഒരു ADHD രോഗിയാണ്. പക്ഷെ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിന്, ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ. പണ്ടും ഷാനുവിന് ഇതുണ്ടായിരുന്നിരിക്കും. ഷാനുവിന്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായേക്കാം. അത്തരത്തിൽ അത് സഹായമായേക്കാം. അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിതമൊന്നും മാറിയിട്ടില്ലെന്നും നസ്രിയ പറയുകയായിരുന്നു. തനിക്ക് ADHD എന്ന രോഗാവസ്ഥയുണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ പറഞ്ഞത് കുറച്ചു നാളുകളായിട്ടേ ഉള്ളൂ. 41-ാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നുവെന്നും കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൽ വെച്ച് ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയിരുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തനിക്ക് 41-ാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുകയായിരുന്നു. തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറാണിത്. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാതെ വരുന്ന ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ചെയ്യുന്ന ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ മുഖമുദ്ര. അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ, ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക, മറവി, സമയക്ലിപ്തതയില്ലായ്മ, ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നൽ, അലഞ്ഞു നടക്കുന്ന മനസ്സ് തുടങ്ങിയവയെല്ലാം ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. തലച്ചോറിലെ ഡോപാമിന്റെ അളവിൽ കുറവുണ്ടാകുകയും മസ്തിഷ്കത്തിലെ ഒരു അർദ്ധഗോളങ്ങളും തമ്മിലുള്ള ഏകോപനം കുറയുകയും ചെയ്യുമ്പോഴാണ് ADHD എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത്. ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം കുട്ടികൾ ഇന്റർനെറ്റ്, മൊബൈല് തുടങ്ങി സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങളിൽ ചെന്ന് ചാടാനും പിന്നീട് ലഹരി വസ്തു അടിമത്തത്തിലേക്ക്, അപകടകരമായ സ്വഭാവ രീതികളിലേക്കുമൊക്കെ പോവാനും ഇത് സാധ്യത കൂടുതലാണ്. അതിനാൽ വികൃതി കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാതെ കുട്ടിക്കാലത്ത് തന്നെ ADHD കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർ ലഹരിക്കും സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങൾക്കും വിധേയരാകുന്നത് തടയാൻ സാധിക്കുമെന്നും ഫഹദ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.